നമസ്കാരം. 2 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം ഡൽഹിയിൽ താമരക്കാലം വന്നെത്തിയിരിക്കുകയാണ്. ആം ആദ്മിക്കെതിരായ ഭരണവിരുദ്ധ വികാരം അലയടിച്ചപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലെ ജനങ്ങൾ ഡബിൾ എഞ്ചിൻ സർക്കാരിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ആപ്പിന്റെ നെടും തൂണുകളായ അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും അടക്കം തൂത്തെറിഞ്ഞാണ് ജനം ഡൽഹിയെ താമര ചൂടിച്ചത്. വിജയത്തിന് പിന്നാലെ ഇനി ഡൽഹിക്ക് സുസ്ഥിര വികസന ഭരണത്തിന്റെ കാലമായിരിക്കുമെന്നും അത് ഉറപ്പു നൽകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഇന്ദ്രപ്രസ്ഥത്തിന്റെ സിംഹാസനത്തിലേക്ക് സ്ത്രീരത്നം രേഖ ഗുപ്ത എത്തുമ്പോൾ ഒപ്പം നിന്ന് നയിക്കാൻ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് ജെയിൻ കില്ലർ പർവേഷ് വർമ്മയാണ്. 10 വർഷക്കാലം ഡൽഹി ഭരിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ ഉറക്കം കെടുത്തുകയും 8 നിലയിൽ തോൽപ്പിച്ച് വീട്ടിലെത്തിയാണ് പർവേഷ് വർമ്മ അധികാരത്തിലേറുന്നത്. ആരാണ് ഈ BJP ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ സിംഹക്കുട്ടി എന്ന ചോദ്യം എത്തി നിൽക്കുന്നത് BJPയിൽ തന്നെയാണ്. മുതിർന്ന BJP നേതാവും മുൻ ഡൽഹി മുഖ്യമന്ത്രിയും വാജ്പേയി സർക്കാരിൽ തൊഴിൽ മന്ത്രിയുമായിരുന്ന സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് 47-കാരനായ ഈ പർവേഷ്. അദ്ദേഹത്തിന്റെ അമ്മാവൻ ആസാ സിംഗ് ആകട്ടെ നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറായി സേവനമനുഷ്ഠിച്ചയാളും. ശരിക്കും പറഞ്ഞാൽ ഡൽഹിയെ അത്രമേൽ അടുത്തറിയുന്ന യുവാവ്. 1977 നവംബർ 7-നാണ് പർവേഷ് വർമ്മയുടെ ജനനം. ആർകെപുരത്തെ ഡൽഹി പബ്ലിക് സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം, ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള കിരോഡിമൽ കോളേജിൽ നിന്ന് ബിരുദം, തുടർന്ന് ഫോർ സ്കൂളിൽ നിന്നും MBA ബിരുദം. അതേസമയം രാഷ്ട്രീയത്തിൽ വിജയ റെക്കോർഡുകൾ ഒരുപാടുണ്ട് പർവേഷ് സാഹിബ് സിംഗിന്. 2013-ൽ മെഹ്റൌളി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. അന്നത്തെ ഡൽഹി നിയമസഭാ സ്പീക്കറായിരുന്ന യോഗാനന്ദ് ശാസ്ത്രിയെയാണ് അന്ന് പർവേഷ് ശർമ്മ പരാജയപ്പെടുത്തിയത്. തുടർന്ന് 2014-ൽ വെസ്റ്റ് ഡൽഹി പാർലമെന്ററി സീറ്റിലും വിജയം നേടി. 2019-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 5.78 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം വീണ്ടും വിജയിച്ചു. MP ആയിരുന്ന കാലത്ത് പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളവും അലവൻസും സംബന്ധിച്ച സംയുക്ത സമിതിയിൽ അംഗമായും നഗരവികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പൗരത്വ നിയമത്തിനെതിരായ സമരത്തിൽ ആരംഭിച്ച് ഡൽഹി കലാപത്തിൽ വരെ എത്തിച്ച സംഭവങ്ങൾക്ക് പിന്നാലെ പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഒരാളായിരുന്നു പർവേഷ് വർമ്മ. ഡൽഹി കലാപ സമയത്ത് ജിഹാദികൾക്കെതിരെ ശബ്ദമുയർത്തിയതിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം. ജാഡ് നേതാവായ പർവേഷിന്റെ ഇടപെടലുകൾ ജിഹാദികളെ അന്ന് തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചത്. പ്രതിരോധം തീർത്ത പർവേഷിന് തിരിച്ചടി നൽകണമെന്നായിരുന്നു ഹിറ്റ് സ്ക്വാഡ് കമാൻഡർമാരുടെ യോഗത്തിൽ ഉയർന്നു വന്ന ആവശ്യം. ഈ യോഗത്തിൽ സിദ്ദിഖ് കാപ്പനും ഉൾപ്പെട്ടിരുന്നുവെന്നാണ് NIA കേസ്. 2025-ലെ ഡൽഹി തിരഞ്ഞെടുപ്പിന് മുമ്പ് കേജ്രിവാളിനെ നീക്കം ചെയ്യുക, രാഷ്ട്രത്തെ രക്ഷിക്കുക എന്ന പേരിൽ പർവേഷ് വർമ്മ നടത്തിയ പ്രചാരണം ഈ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. മലിനീകരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആശങ്കകൾ കൈകാര്യം ചെയ്യുന്ന രീതിയും സ്ത്രീകൾക്കുള്ള സുരക്ഷയും അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെ പല വിഷയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പർവേഷിനായി. ഇത് അദ്ദേഹത്തിന്റെ വിജയത്തിൽ മുതൽക്കൂട്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ഉപമുഖ്യമന്ത്രിയായി പർവേഷ് വർമ്മ പുതിയ സ്ഥാനമേറ്റെടുക്കുമ്പോൾ BJPയുടെ ഈ യുവ തുറുപ്പ് ചീട്ട് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നത് തീർച്ച തന്നെയാണ്.